എപ്പോഴെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ആ ആഗ്രഹിച്ച സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ കൂടെ വന്നിരിക്കുന്ന ഫസ്റ്റ് തോട്ട് എന്തായിരിക്കും? കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? ആളുകൾ എങ്ങനെ എടുക്കും, ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് അവരൊക്കെ എങ്ങനെ ജഡ്ജ് ചെയ്യും, എനിക്ക് ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ അറിയത്തില്ല, ഇപ്പൊ തുടങ്ങേണ്ടതല്ലായിരുന്നു, കുറെ വർഷം മുന്നേ തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ സക്സസ് ആയേനെ എന്നൊക്കെ വിചാരിച്ച് ഇപ്പോഴും തുടങ്ങാത്ത ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ കൂടെ പോയിട്ട് നമ്മള് ചാനൽ തുടങ്ങാതിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ കുറെ സ്റ്റക്കിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ആക്ച്വലി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്ന ആളുകളുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ക്യാമറയൊന്നും അല്ല കേട്ടോ. ക്യാമറയെ നോക്കി സംസാരിക്കാനുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമുക്ക് ജഡ്ജ്മെന്റിനോടുള്ളൊരു ഫിയർ ആണ് കേട്ടോ. ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ആണ്. അതിനെ മറികടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കടമ്പ എന്ന് പറയുന്നത്. എനിക്കും ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് കുറെ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, ഒരെണ്ണേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ പോകുന്നതിന്റെ ആയിരുന്നു. പക്ഷെ അതൊരു അപ്ലോഡ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ കളിയാക്കൽ, എന്റെ ആ വീഡിയോക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഓൺ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, അത്ര ക്ലിയർ അല്ലായിരുന്നു. പക്ഷെ എന്റെ സർക്കിളിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കളിയാക്കൽ കിട്ടിയത്. അത് ഭയന്നിട്ട് ഞാനത് ലാസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ആ വീഡിയോ ഇന്ന് എന്റെ കയ്യിൽ പോലും ഇല്ല. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നുണ്ട് അത് കളയണ്ടായിരുന്നു. പക്ഷെ അത് പേടിച്ചിട്ട് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാര്യം എന്റെ നോൺ സർക്കിൾ തന്നെ എന്നെ ഇത്രയും കളിയാക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു സംഭവം ഉള്ളത് കൊണ്ട് ഞാൻ ഒരു വീഡിയോസും പിന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതൊരു 3 years മുന്നേ ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോ റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ ഒരു ഫിയർ ഞാൻ മറികടന്നിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ പിന്നെ അഗൈൻ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഇപ്പൊ എനിക്ക് ആരെന്ത് പറഞ്ഞാലും ഞാൻ നെവർ മൈൻഡ് എന്ന് പറഞ്ഞൊരു ഇതിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് ഞാൻ ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് മറികടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അത് വൺസ് മറികടന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരും എന്ത് പറഞ്ഞാലും നമുക്കൊന്നും അത് ഏക്കത്തില്ല. നമ്മുടെ ഡ്രീംസിനെ പറ്റി അറിയുന്ന, നമ്മുടെ സ്വപ്നങ്ങളെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ അറിയുന്ന നമുക്ക് തന്നെയാണ്. അപ്പം ഇതിന്റെ ഏറ്റവും കൂടുതൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിച്ചാലേ കാര്യമുള്ളൂ. ഇപ്പൊ കളിയാക്കുന്ന ആൾക്കാർക്ക് കുറച്ചൊരു റീച്ചൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നതും ഇവരൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, അതൊക്കെ മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റിനെ ഭയന്ന് നമ്മൾ മാറ്റി വെക്കുന്നത് ശരിക്കും മണ്ടത്തരമാണ്. അത് കിട്ടാതെ പോകുന്നത് നമുക്കായിരിക്കും. അപ്പം മറ്റുള്ളവർ അവരെങ്ങനെ എടുക്കും, അവരെ ജഡ്ജ്മെന്റിനെ പേടിച്ചിട്ട് നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ആക്ച്വലി മാറ്റി വെക്കാതിരിക്കുക, അത് ധൈര്യപൂർവ്വം വന്ന് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഈ ഫിയർ ഓഫ് ജഡ്ജ്മെന്റിനെ മാറ്റി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന കാര്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അതൊരു വ്യൂസ് നോക്കിയിട്ടൊന്നും അല്ല. ആ ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫിയറിനെ മറികടന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ആ വ്യൂസ് ഒന്നും നോക്കണ്ട. ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത് ആ ഒരു ജഡ്ജ്മെന്റിന്റെ ോടുള്ള ഫിയർ നിങ്ങൾ മാറ്റി വെക്കാൻ ആ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ചില ആൾക്കാർ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം സെലിബ്രിറ്റീസിനുള്ളതാണ്, എക്സ്പേർട്സിനുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. യൂട്യൂബ് ഈസ് ഫോർ എവരി വൺ. ആർക്ക് വേണമെച്ചാൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാവും അല്ലെ, ആർക്കും ചാനൽ തുടങ്ങാം. സ്റ്റുഡൻസ് ഉണ്ടാവും, ഇതിനകത്ത് ഫാമേഴ്സ് ഉണ്ടാവും, ഹൗസ് വൈഫ്സ് ഉണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവും, എല്ലാ സെഗ്മെന്റിൽ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്, ജിമ്മ് നടത്തുന്ന ആൾക്കാരുണ്ട്, എല്ലാ സെഗ്മെന്റിലുള്ള ആൾക്കാരും ഉണ്ട്. അവർക്കൊക്കെ ഓരോ സ്റ്റോറീസ് പറയാനുണ്ട് അല്ലെ, അവർക്ക് ഓരോ സ്റ്റോറീസ് ഉണ്ട്, അവരുടെ എക്സ്പീരിയൻസസ് പറയാനുണ്ട്. സോ നമുക്കും അതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റോറി പറയാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്കും എന്തെങ്കിലും നമ്മുടെ നോളജ് ഇതുവഴി ഷെയർ ചെയ്യാനുണ്ടായിരിക്കും. അല്ലാതെ ഒരിക്കലും ആ നോളജും അല്ലെങ്കിൽ ആ സ്റ്റോറീസ് ഒക്കെ ഷെയർ ചെയ്ത് തന്നെയാണ് പതുക്കെ നമ്മളും ഇതിലേക്ക് ഒരു എക്സ്പേർട്ടായിട്ട് മാറുന്നേ അല്ലെ. അപ്പോ ആ ഒരു സ്റ്റോറീസ് നിങ്ങൾ ഷെയർ ചെയ്യുക, അത്രേ ഉള്ളൂ. സെലിബ്രിറ്റീസിനെ പോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എക്സ്പേർട്ട് ഒക്കെ ചെയ്യുന്ന പോലെ നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റുമോ, നമ്മൾക്ക് അങ്ങനെ സംസാരിക്കാനുള്ള കഴിവുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ തിങ്ക് ചെയ്യാറുണ്ട്. ആക്ച്വലി അതൊന്നും നോക്കേണ്ട കാര്യമില്ല. എല്ലാ ആൾക്കാർക്കും ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇതിനകത്തൊരു എക്സ്പേർട്ടായിട്ട് മാറുന്നത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. ഏതൊരാൾക്കും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പൊ അത് മതി. ആ ഒരു സംഭവം, ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് യൂട്യൂബ് ചാനൽ റൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു ഫിയർ ഒന്നും ആക്ച്വലി വേണ്ട ഒരു കാര്യമേ അല്ല. ക്രിയേറ്റ് മോർ വീഡിയോസ് ആൻഡ് കൺസ്യൂം ലെസ്, അതാണ് വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആക്ച്വലി ഒരു വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട് അല്ലെ. ചിലപ്പോൾ ഒരു 5-6 മണിക്കൂറൊക്കെ ഷോർട്സ് കാണാനോ ലോങ് വീഡിയോസ് കാണാനോ ഒക്കെ നമ്മൾ ഇരിക്കും. ഒരു 4-5 കൊല്ലം കഴിഞ്ഞാലേ പോട്ടെ, ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കുക അല്ലെ, തിരിഞ്ഞ് നോക്കുവാണ്
ഇന്ന് കണ്ട യൂട്യൂബ് വീഡിയോ ഏതാ, ഇന്ന് കണ്ട ഷോർട്സ് ഏതാ, ഇന്ന് കണ്ട അങ്ങനെ വീഡിയോസ് ഒക്കെ ഏതാന്ന് നമ്മളൊന്ന് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മൈൻഡിലേക്ക് വരില്ല, നമുക്ക് അറിയത്തില്ല. അതേസമയം നമ്മൾ ഒരു വീഡിയോ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തിടുവാണെങ്കിൽ നമ്മളൊരു 5 വർഷം കഴിഞ്ഞാൽ നമുക്കത് ഓർമ്മയുണ്ടാവും, നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണിത്, ആ ഒരു സംഭവം വരും. അപ്പം നമ്മുടെ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഇങ്ങനെ വീഡിയോസ് കണ്ട് തീർക്കാതെ അത് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റിക്ക് ഉപയോഗിക്കുക, എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പൊ ഈ ക്രിയേറ്റേഴ്സ്, നമ്മൾ ഈ വീഡിയോസ് കാണും, ക്രിയേറ്റേഴ്സ് എല്ലാം അസറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അല്ലെ. അപ്പോൾ നമ്മളൊരു ക്രിയേറ്ററായിട്ട് മാറുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അപ്പോൾ നമ്മൾ ഈ വീഡിയോസ് കണ്ട് ടൈം കളയുന്ന നേരം നമ്മൾ കുറച്ചുകൂടെ ക്രിയേറ്റ് ചെയ്യുക, വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. ആ ഒരു ക്രിയേറ്റ് ചെയ്ത വീഡിയോ ഒരു 5 കൊല്ലം കഴിഞ്ഞാലും 6 കൊല്ലം കഴിഞ്ഞാലും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. ഈ കണ്ട റീൽസും അല്ലെങ്കിൽ ഈ കണ്ട വീഡിയോസും ഒന്നും ആയിരിക്കത്തില്ല നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരുപാട് AI ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഈ AI ടൂൾസ് ഒരുപാട് നമുക്ക് വീഡിയോസിന് വേണ്ടിയിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനായാലും വീഡിയോസ് എഡിറ്റ് ചെയ്യാനാണെങ്കിലും ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ഇതൊക്കെ പഠിച്ചിട്ട്, ടൂൾസ് ഒക്കെ എങ്ങനെയാ യൂസ് ചെയ്യുന്നത് പഠിച്ചിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന്. അന്നേരം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുന്നില്ല. അപ്പോൾ ഇതെല്ലാം പഠിച്ചിട്ട് AI ടൂൾസും എല്ലാം എങ്ങനെയാ യൂസ് ചെയ്യുന്നതെന്ന് മാത്രം പഠിച്ചിട്ട് പിന്നെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുക, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ടൂൾസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങും. അങ്ങനെ ഈ ടൂൾസ് എല്ലാം നമ്മൾ പഠിച്ചു തുടങ്ങും. അപ്പം ഇന്നത്തെ കാലത്ത് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികളുണ്ട്. അല്ലെങ്കിൽ നേരത്തെ ആണെങ്കിൽ ആപ്ലിക്കേഷനിൽ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്നൊക്കെ അറിയാത്ത കുറെ കാര്യങ്ങളിൽ സ്റ്റക്കാന്ന് പറയാം. പക്ഷെ ഇപ്പൊ അങ്ങനല്ല, ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. തംബ്നെയിലൊക്കെ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ തന്നെ തംബ്നെയിൽ വരും. ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം പണ്ടത്തെ അത്ര എഫേർട്ട് പോലും ഇപ്പോഴത്തെ കാലത്ത് ഇടണ്ട ചാനൽ തുടങ്ങി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. അപ്പം ഇപ്പൊ ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ എക്സ്ക്യൂസസ് ഒഴിവാക്കിയിട്ട് നമ്മൾ ചിന്തിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ആക്ച്വലി ഒരു പെർഫെക്റ്റ് മൊമെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഫോണില്ല, മൈക്കില്ല, റൂം സെറ്റപ്പ് ഒന്നും ശരിയല്ല, എഡിറ്റിംഗ് അറിയത്തില്ല. നോ എക്സ്ക്യൂസസ്, സ്റ്റാർട്ട് ടുഡേ. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സ്ക്യൂസസ് ഒക്കെ നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും. എല്ലാവരും ഒരു പെർഫെക്റ്റ് മൊമെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഫോണില്ല, മൈക്കില്ല, റൂം സെറ്റപ്പ് ഒന്നും ശരിയല്ല, എഡിറ്റിംഗ് ഒന്നും അറിയത്തില്ല, ഇതൊക്കെയാണ് എല്ലാവരുടെയും മൈൻഡിൽ കൂടെ പോകുന്ന കാര്യം. പക്ഷെ സ്റ്റാർട്ട് ടുഡേ, നോ എക്സ്ക്യൂസസ്. ഇതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു പെർഫെക്റ്റ് മൊമെന്റ് വരത്തില്ല. ഇപ്പൊ ഉള്ള ഫോൺ മതി, ആ ഫോണിൽ ഷൂട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് ഇപ്പൊ ഉള്ള ഫോൺ മതി, നാച്ചുറൽ ലൈറ്റ് ഉണ്ടല്ലോ, നാച്ചുറൽ ലൈറ്റ് മതി. പിന്നെ നമ്മുടെ ഓൺ സ്റ്റോറീസ് ഉണ്ടാവില്ല, ആ സ്റ്റോറി മതി. നമുക്ക് അറിയാവുന്ന നമുക്ക് കുറച്ച് നോളജ് ഉണ്ടാവില്ല, ആ നോളജ് മതി ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഒരു വർഷം അല്ലെങ്കിൽ ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മൈൻഡിൽ 2 ചോയ്സസേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഒന്ന്, നമ്മൾ ആലോചിക്കുന്ന കാര്യം അന്ന് തുടങ്ങേണ്ടതായിരുന്നു അല്ലെ. രണ്ടാമത്തെ കാര്യം അന്ന് തുടങ്ങിയത് നന്നായി, അതേ നമ്മൾ ചിന്തിക്കുള്ളൂ. അപ്പം അന്ന് തുടങ്ങിയത് നന്നായി എന്നുള്ള സംഭവത്തിലേക്ക് നമ്മൾ എത്തണം. അതിന് നമ്മൾ ഇന്ന് തുടങ്ങണം. ആക്ച്വലി നമ്മൾ ഇന്ന് എടുക്കുന്ന ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് നാളത്തെ നമ്മുടെ ഫ്യൂച്ചർ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ എല്ലാവരും നല്ലൊരു ഡിസിഷൻ എടുത്തിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ. ഇങ്ങനത്തെ കുറെ സ്റ്റക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ ഫിയറുകൾ കൊണ്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ എല്ലാം ശരിയാവട്ടെ, പെർഫെക്റ്റ് മൊമെന്റ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ചാനൽ തുടങ്ങാതെ നിൽക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, ബാക്കി എല്ലാം പുറകെ വന്നോളും. പെർഫെക്റ്റ് മൊമെന്റിന് വേണ്ടിയിട്ട് ഒന്നും വെയിറ്റ് ചെയ്യണ്ട. സ്റ്റാർട്ട് ടുഡേ, നോ എക്സ്ക്യൂസസ്, അത്രേ ഉള്ളൂ. എക്സ്ക്യൂസസ് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ അത് മാറ്റി വെച്ചിട്ട് എല്ലാവരും നന്നായിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോസ്. ബൈ.